ഹലോ, ഞാൻ പഞ്ചാബിൽ ഓട്ടം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. എന്നെ ഇങ്ങനെ കിടന്ന് വിളിക്കാൻ നിൽക്കല്ലേ. ആ, നേരത്തേക്ക് ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. ചിലങ്കപ്പെട്ടി, ചിലങ്കപ്പെട്ടി, പേര് മാറിപ്പോയി. സരളേ, സരളേ, വിളിത് എവിടെ പോയി കിടക്കുന്നു? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടോടി? നിങ്ങൾക്കതൊക്കെ പറയാം. എവിടൊക്കെ പോയിട്ട് വരുന്ന ആളാ എന്റെ അണ്ണൻ. അപ്പൊ എന്റെ അണ്ണനെ ആരെങ്കിലും ഒക്കെ കണ്ണു വയ്ക്കത്തില്ലയോ? അല്ലെങ്കിൽ തന്നെ എന്റെ പൊന്നു ചേച്ചി എന്റെ അടുത്തുനിന്ന് പോകുമ്പോ ചുവന്ന് തുടുന്നല്ല ആപ്പിൾ ഉണക്കിരിക്കുന്ന മനുഷ്യനാ. ഇപ്പൊ തിരിച്ചു വന്നപ്പോ നോക്ക്, പിള്ളേര് പാല് കുടിക്കുന്ന നെമ്പിള് ബോട്ടിൽ കണക്കായി. ഷോ, കണ്ണൊക്കെ അങ്ങ് കുഴിഞ്ഞ്, കവളൊക്കെ അങ്ങ് ഒട്ടി, മുടിയൊക്കെ പൊഴിഞ്ഞ് അങ്ങ് കോലം കേട്ട എന്റെ അണ്ണൻ. ഇങ്ങനെ ഒരു മനുഷ്യനെ നിർത്തി ബോഡി ഷെയിം ചെയ്യാവോടി? അല്ല, അണ്ണൻ ഇനി എന്നാ അടുത്ത ഓട്ടത്തിന് പോന്നേ? 2 ആഴ്ച കഴിഞ്ഞ് ആന്ധ്രയിൽ അരി എടുക്കാൻ പോകും. ആ സമയം കൊണ്ട് എന്റെ കുട്ടനെ ഞാൻ പഴയതുപോലെ ആഹാരമൊക്കെ തന്ന് ചുവന്ന് തുടുത്ത ആപ്പിള് പോലാക്കി ഇവിടെ ഇരുത്തും. സോറി സോറി അണ്ണ, സോറി. കുഴപ്പമില്ല, ആന്ധ്രയിൽ അരി എടുക്കാൻ പോകുന്നു പറഞ്ഞത് അങ്ങ് അറം പറ്റി. അണ്ണ കുഴപ്പമില്ല, പോയിട്ട് എനിക്ക് ഒന്നും കൊണ്ടുവരാതെ വന്നോ? എന്റെ പൊന്നിന് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കോടി? എന്തുവാ? കാഞ്ചീപുരത്തിലെ പട്ടുസാരി. യോ, ഈ തഞ്ചാവൂർ പട്ടുസാരി എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? യോ, എങ്ങനെ ഉണ്ട്? നോക്കട്ടെ, ഒന്ന് കാണട്ടെ. വീണ വായിക്ക് വന്നോ? അല്ല, പിന്നെ ക്യൂട്ട്നെസ് കാണിച്ചതാ. ഇതിലിവിടെ നിഘണ്ടു വല്ലതും ഉണ്ടോടി? എന്തിനാണ് ഇപ്പൊ നിഘണ്ടു? ഈ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ വേണ്ടി എന്റെ ഈ വാക്കുകളൊന്നും കിട്ടുന്നില്ലടി. ഈ സാരിയിൽ എന്നെ അങ്ങ് ഒതുക്കി അങ്ങ്. എന്റെ പൊന്ന്, വേറൊരു സൂത്രം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുവാ? കാണിക്കട്ടെ? കാണിക്കാം, അങ്ങോട്ട് കാണിക്കും. കാണിക്കട കള്ള. എവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? തരാടി. രാജസ്ഥാനിലെ കുപ്പിവള. കുപ്പിവള എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാമോ? എന്റെ പൊന്ന്, അതൊന്ന് ഇട്ടോണ്ട് വന്നേ, ഒന്ന് കാണട്ടെ ചേട്ടൻ. ഇതാരുടെ അളവിന് വാങ്ങിച്ചോണ്ട് വന്നത് ഇത്? കുപ്പിവള കീല് കീല് കീലിങ്ങാണല്ല. ഇങ്ങനെയുണ്ട്. കൊള്ളാം. ഇപ്പൊ തന്നെ തല്ലി പൊട്ടിക്കോ ഇത്? ചേട്ടാ, അല്ലണ്ട, നിങ്ങൾ വല്ലതും കഴിച്ചിട്ടാന്നോ വന്നേ? അല്ല, നീ എനിക്ക് വേണ്ടി എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? സത്യം പറഞ്ഞ എൻ്റെ അണ്ണൻ ഇന്ന് ഓട്ടം കഴിഞ്ഞ് വരുന്ന ദിവസമായിട്ട് നല്ല കൊടംപുളി ഇട്ട് വറ്റിച്ച മീൻകറിയും നല്ല പഴുത്ത മാങ്ങ ഇട്ട് വെച്ച മാമ്പഴ പുളിശ്ശേരിയും പാവയ്ക്ക കൊണ്ടാട്ടവും കോവയ്ക്ക തീയലും ഒക്കെ വെക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ സമയം കിട്ടുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയില്ല. നമുക്ക് പുറത്ത് പോയി കഴിച്ചാലെന്താ? പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ച് മടുത്തിട്ടാ ഞാൻ അകത്തുനിന്ന് കഴിക്കാൻ വന്നേ. അതുകൊണ്ട് അല്ല, എന്നും ഞാനല്ലേ ഉണ്ടാക്കുന്നേ. ഇന്നൊരു ദിവസം ചേഞ്ചിന് വേണ്ടി എന്റെ കുട്ടൻ എനിക്ക് ആഹാരം ഉണ്ടാക്കി തരണം. ഇന്ന് നിനക്ക് എന്റെ കൈ കൊണ്ട് ഞാൻ ആഹാരം ഉണ്ടാക്കി തന്ന് നിനക്ക് ഞാൻ വാരി തരും. ഈ മനുഷ്യൻ എന്നെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുവാ അങ്ങ്. വാ അണ്ണ, പാചകം ചെയ്യ. അങ്ങോട്ട് വാ, അങ്ങോട്ട്. அக்கா, நீங்க மச்சான பாத்தீங்களா? இல்லையா? பார்த்தாலும் சொல்ல மாட்டேன். மச்சான பாத்தீங்களா? ഇത് ആരെയും വിട്ടു നടന്ന് ബഹളം വെക്കുന്നേ? കൈനാട്ടക്കാരിയല്ല അത്. இல்ல அக்கா, என் பேரு மைனா. உங்களுக்கு தமிழ் தெரியுமா? തമിഴിലാണെങ്കിൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പക്ഷെ മലയാളത്തിലാണെങ്കിൽ ഏത് തെറിയായാലും ഒരു കൈ നോക്കാം. ആദ്യം നീ തുടങ്ങ്. அக்கா, அது இல்ல. நான் தமிழ்நாட்டுல இருந்து என் கணவனை தேடி வந்தேன். ഓ എന്റെ പൊന്നെ, കാലം പോയൊരു പോക്കേ. അല്ല, അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങ് തമിഴ്നാട് സർക്കാരും ഇഞ്ഞ് കേരള സർക്കാരും പെണ്ണുങ്ങൾക്ക് ബസ്സിനകത്ത് ഫ്രീ സർവീസ് വെച്ചേക്കോ ഇല്ലയോ? അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കണവ് വാങ്ങിക്കാൻ വരും കേരളത്തിൽ വന്നതിനകത്ത് വല്ല അതിശയം ഉണ്ടോ? அச்சச்சோ, கனவை வாங்க வரல. கனவை என் புருஷன் என்னோட ஹஸ்பண்ட் தேடி வந்தேன். ആ കണവനെയാന്നോ ഈ കണവാന്നൊക്കെ പറഞ്ഞത്? അപ്പൊ നീ നിന്റെ ഭർത്താവിനെ അന്വേഷിച്ച് വന്നയാ? ஆமா, നീ ഇങ്ങോട്ട് തള്ളിക്കയറി വന്നതിന്? என் புருஷன் ஒரு மலையாளி மாப்பிள்ளை. அவ என்ன திருமணம் செஞ்சுட்டு திரும்பி வரேன்னு சொல்லிட்டு. മലയാളിയാന്നോ? തിരുമ്പി വരാൻ പാടാ. அக்கா, அது
என் மாமா ரொம்ப நல்லவன். എന്നിട്ട് എങ്ക പോച്ച്? அங்க கேரளம் முழுவதும் தேடி பார்த்தாச்சு, ஆனா அவரை കിട്ടவே ഇല്ല. ഓ, എന്തൊരു മനുഷ്യനാടി കൊച്ചേ അവൻ. പക്ഷെ അതൊക്കെ എന്റെ ഭർത്താവ്. പുള്ളി ഇനി എവിടെ പോയെന്ന് പറഞ്ഞാലും ഒരു 5 മിനിറ്റ് കിട്ടിയാ ഓടി എന്റെ അടുത്ത് വരും. അതാ എന്റെ ഒരു ഭാഗ്യം. ராசியான அக்கா. എന്റെ പൊന്നു മക്കളെ, ആണുങ്ങൾ അങ്ങനെ ജോലിക്കും വേലയ്ക്കും ഒക്കെ പലയിടത്തും ഇറങ്ങിപ്പോവും. പക്ഷെ അവരെവിടെ പോയാലും അവരുടെ ഒരു കടിഞ്ഞാൻ അത് നമ്മൾ പെണ്ണുങ്ങളുടെ കയ്യിലിരിക്കണം. അതാടി നമ്മുടെ ഒരു വിജയം. கடிஞான் என்கிட்ட இல்ல, ஆனா அவரோட ஒரு அரஞ்சானம் அது என்கிட்ட இருக்கு. இந்த அரஞ்சானம் ഞാൻ എങ്കയോ പാത്ത മാതിരി. ഞാനാണ് വിളിത്തി. അല്ല, ഇല്ല അരഞ്ഞാണം ഞാൻ എവിടോ കണ്ടിട്ടുണ്ട്. ഇത് ആ കടപ്പണം കെട്ടവന്റെ അരഞ്ഞാണം തന്നെ. ഓ, ഇത് എന്റെ ഭർത്താവിന്റെ അരഞ്ഞാണം. இல்லக்கா, இது என் மாமாவோடது. மாமா, വേറെ എന്തോ മാറിയല്ല, അങ്ങേരെ അരഞ്ഞാണം ഞാൻ മറക്കത്തില്ല. ഇത് അങ്ങേരുടെ അരഞ്ഞാണം തന്നെ. அக்கா இல்லக்கா, இது என் மாமாவோடது. இது மாமாவோடது. ഇത് എന്റെ ഭർത്താവിന്റെ അരഞ്ഞാണോ? ഇത് ഈ കളർ പോയ അരഞ്ഞാണോ? അല്ലെങ്കിൽ ഇത് അങ്ങേരുടെ അരഞ്ഞാണം തന്നെ. இல்லக்கா, இது என் மாமாவோடது. மாமாவோடது, மாமாவோடது. സമാധാനപ്പെട് അണ്ണാ. வரட்டும் வரட்டும். എന്തു അടി? എന്തുകൊണ്ടാ മൂടി കെട്ടി വന്നേക്കുന്നേ? ആവി പിടിച്ച അടി. അതിന് നിങ്ങൾക്ക് പനിയൊന്നും ഇല്ലല്ലേ? ഈ പുല്ലൊക്കെ എപ്പോഴാ കയറി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തോന്ന് പനിയാ? അണ്ണാ, ദാണ്ട് ഈ പെണ്ണിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. എടി, നിനക്കറിയാലോ ഞാൻ അന്യ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കത്തില്ലെന്ന്. ചോ, ഒരു നിമിഷത്തേക്കാണെങ്കിലും എന്റെ ഈ അണ്ണനെ ഞാൻ സംശയിച്ച് എനിക്കിനി ഈ നാക്ക് വേണ്ട. കണ്ടിക്ക് ഞാൻ സോറി മോളെ. പിന്നെ അണ്ണാ, ഈ പെണ്ണിന്റെ പുരുഷനെ കാണാമോ പോച്ചെന്ന്? അതിനിപ്പോ ഞാൻ എന്തോ വേണം? உங்க புருஷனையும் காணவில்லையே. ഇവിടെ എന്റെ പുരുഷനെ കാണാൻ വന്നോ നിന്റെ പുരുഷനെ കാണാൻ വന്നോ? என் புருஷனை தான். അണ്ണാ, അരിഞ്ഞാണോ ഇങ്ങോട്ടൊന്ന് ഊര്. എന്തിനാടി ഇപ്പൊ എന്റെ അരഞ്ഞാണോ അവൾക്ക്? അണ്ണ വന്ന് ഊര്. ഇപ്പൊ വകുപ്പുണ്ടാക്കാം. ഒരമ്മ പറ്റ അളിയന്മാരെ പോലത്തെ അരഞ്ഞാണ്. ഇത് എങ്ങനെ ഒപ്പിച്ച്? ഇത് നിന്റെ പുരുഷന്റെ അരിഞ്ഞാണോ? அப்படி அப்படியா ഇത് എന്റെ അണ്ണന്റെ അരിഞ്ഞാണോ? അരിഞ്ഞാണം കൊണ്ടുപോകാതെ പോവാന്ന്. എടി മക്കളെ, നിന്റെ ഭർത്താവിനെ കാണാതായിട്ട് നീ എങ്ങും അന്വേഷിച്ചില്ലയോ? நான் குறே தேடி பார்த்தேன், ஆனா கிடைக்கவில்லை. കൊറേ തോടി പാത്താ കിട്ടത്തില്ല. അവന്റെ അഡ്രസ്സിൽ പോയി അന്വേഷിക്കണം. அட்ரஸ் இருக்கு, ஆனா இங்க கேட்டப்போ அப்படி ஒரு அட்ரஸே இல்லன்னு അപ്പൊ சொல்லிட்டேன். അവൻ ഭൂലോക തരികട. എന്റെ അണ്ണനെ, അതൊക്കെ എന്റെ അണ്ണൻ. എന്നെ മറന്ന് ഒരു നിമിഷം ആ മനുഷ്യന് மறுபடியும் ராசியானவ அக்கா. ഞാൻ കൊടുത്തു വെച്ചവൻ തന്നെ. ഒരു മക്കളെ, നീ പോയി സ്റ്റേഷനിൽ വല്ലോ പിന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ തടി. ஸ்டேஷன்ல எதுவும் நான் கம்ப்ளைண்ட் கொடுக்க மாட்டேன். நான் வந்து டைரக்டா சிஎம்க்கு எங்க விஜய் எங்க அண்ணனுக்கு ചെന്ന് കേറി என்னோட அண்ணனோட பேச்சு சரா வெட்டி. ചെന്ന് കയറി കൊടുക്കട്ടെ. പിന്നെ അണ്ണന്റെ ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ഇടല്ലേ. എന്തെങ്കിലും ഒരു വകുപ്പ് ഇതിനകത്ത് ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കണമല്ലേ? இருக்கு இருக்கு, திருமணம் செஞ்ச போட்டோ இதுல இருக்கு. என் ராசியான வாசக்கார மாமா. சிரிப்பு பாரு. அச்சச்சோ, அழகா இருக்குல்ல. என்னக்கா இப்படி பார்த்துட்டு இருக்க? അയ്യോ, ഇത് എന്റെ ഭർത്താവിന്റെ ഫോട്ടോ തന്നെ. ഇതെങ്ങനെ നിനക്ക് കിട്ടി? എങ്ങനെ കിട്ടി? പറ പറ പറ. இல்லக்கா இல்லக்கா, இது என் மாமாவோட போட்டோ, உங்க அண்ணன் கிடையாது. അണ്ണാ, இது என்னது இது? പിന്നെ ആവി പിടിക്കുവായിരിക്കും. പിന്നെ അല്ലാതെ എന്തു അടി? ആവി പിടിക്കാൻ അണ്ണനെ സമ്മതിക്കത്തില്ല. ആവി പിടിക്കാൻ ഞാൻ സഹായിക്കാം. அச்சச்சோ, என் மாமாவை கண்டுபிடிச்சாச்சு. மாமா மாமா, ഈ പെണ്ണിനെ നിങ്ങൾക്ക് അറിയാവോന്ന് നോക്ക്. பாரு மாமா, நான் மைனா வந்திருக்கேன். ഒറ്റമൈനെ കണ്ടു കഴിഞ്ഞാൽ അടി കൊള്ളുന്നുള്ള കാര്യം സത്യമാണ്. மாமா,
നീ പറ, നിന്റെ കരുതേ കിടക്കുന്ന ഈ താലി ഇങ്ങേര് കെട്ടിയതാണോ അല്ലയോ? ഇത് മാമ കെട്ടിയ താലി, മാമ പറ. അന്നേരം ഈ കെട്ടിത്തൂക്കിട്ടിരി കാട്ടുന്നത് മയിൽപീലി ആയിരിക്കും അല്ലയോ? കണ്ടേ? ഇവള് പറയുന്ന ഇവളെ നിങ്ങൾ കല്യാണം കഴിച്ചെന്നു, ഉള്ളതാണോ അല്ലയോ? തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യ. സരളേ, ആ, എനിക്കൊരു അബദ്ധം പറ്റി. അവളെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അവിടെ ഇവിടെയും പോയി കെട്ടിയിട്ട് അബദ്ധം പറ്റി പോലും. ഇതാണ്ടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ നീ എന്റെ വീട്ടിൽ ഇറങ്ങിക്കോണം. മര്യാദക്ക് ഇവിടെ പറഞ്ഞു വിട്ടോളാം, പറഞ്ഞു വിട്ടോളാം, പറഞ്ഞു വിട്ടോളാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറ, ഇത്രയും സൗന്ദര്യമുള്ള എന്നെ കളഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്തിനു പോയി? നോക്ക്, ഈ ആംഗിളിൽ നോക്ക്, ഈ ആംഗിളിൽ നോക്ക്, ഈ ആംഗിളിൽ നോക്ക്, മൊത്തത്തിൽ കറങ്ങി നോക്ക്. ഇങ്ങോട്ട് വാ, എനിക്ക് എന്തിന്റെ കുറവാ? പറ പറ പറ. കൊണ്ടല്ലേ കുത്തി കൊല്ലല്ലേ. നീ ഇങ്ങോട്ട് വന്ന് കേറിയില്ലേടി, അതാ ഇങ്ങനെ ഇരിക്കുന്നേ. ഇവളെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുന്നോ ഇല്ലയോ? ഒരുപാട് അലഞ്ച് വന്നിരിക്കാൻ മാമ. ഞാൻ എക്സ്പ്രസ് ചാവത്തേ ഉള്ളു. നാടേ മനുഷ്യ, നിങ്ങൾ അവളെ കൂടെ പോവരുത്. അവരുടെ ഒരു സവാളയും സോവാളയും. കേറ് മനുഷ്യ ഇങ്ങോട്ട്. ചേട്ടാ ഇങ്ങോട്ട് വാ, എന്നെ ഇട്ടിട്ട് പോവാതെ. ഇത് എന്റെ ഭർത്താവ്. ഇങ്ങോട്ട് വാ ചേട്ടാ, ഇങ്ങോട്ട് വാ ചേട്ടാ, ഇങ്ങോട്ട് വാ ചേട്ടാ, ഇങ്ങോട്ട് വാ ചേട്ടാ. അവസാന നിമിഷമെങ്കിലും വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയണ. നിർത്ത്. എന്തായാലും നിങ്ങളെ രണ്ടുപേരെ ഞാൻ കല്യാണം കഴിച്ചു. രണ്ട് കല്യാണം കഴിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. നിങ്ങളെ രണ്ടുപേരെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെലവിന് തരാൻ എനിക്ക് കഴിയും. എന്റെ നാഷണൽ പെർമിറ്റ് ലോറിയാണ് സത്യം. അതിന്റെ വേല് ഞാൻ ആദ്യം കുത്തിക്കീറും. നിർത്ത. ഇനി ഞാൻ ഒരു കാര്യം പറയാം. നമുക്കേ ഒരു തോണിയില് ഒരുമിച്ച് ഒരേ മനസ്സോടെ തുഴഞ്ഞങ്ങ് പോയാ പോരെ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനിയും ഈ തോണിയിൽ വേറെ ആള് കേറുമെന്നർത്ഥം. മൈനേ, അപ്പൊ ഈ തോണി നമ്മളങ്ങ് നശിപ്പിക്കുമല്ലയോ? കണ്ടിപ്പോ അല്ലടി മോളെ, നശിപ്പിക്കാം.